ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീണ്ടും എന്തായതൊന്നും പ്ലാൻ ചെയ്യാത്തൊരു വീഡിയോ ആണ്. നമുക്ക് ആസ് പെർ ദ സിറ്റുവേഷൻ അറിയാം എങ്ങനെയാവും എന്നുള്ളത്. എന്തായാലും ഒരു വ്ളോഗ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പ്ലാനിങ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് വരണോട്ട് വെച്ച് കാണാം. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ് നമുക്ക് ആകെ 15 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് വേഗം റെഡിയായി വേഗം പോകണം. അപ്പം ഞാനൊരു ഓവർ സൈസ്ഡ് ജീൻസും ഒരു ഓവർ സൈസ്ഡ് ഷർട്ടും ആണെന്ന് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ റെഡി ആയിട്ട് വരാം. സോ ഗൈസ് ഞാൻ റെഡിയായി. ഇതാണ് നമുക്കൊരു ഷൂ കൂടിയിട്ട് സെറ്റാക്കാം. അപ്പോൾ ബൈ. അങ്ങനെ ഫൈനലി അവനെ പിക്ക് ചെയ്തു. അവനൊരു ചെറിയ ചെക്കപ്പ് ഉണ്ട്. അവൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് ഫ്രാക്ചറൊന്നുമില്ല, ചെറിയ ചതവൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ചെക്കപ്പിനെ കൊണ്ടുപോകണം. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ എത്തി. ഒരുത്തരാണെങ്കിൽ ഇന്ന് അഴിക്കില്ലേ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എന്നാൽ പേടിയും ഉണ്ട്. എങ്ങാനും ഇത് അയച്ചില്ലെങ്കിലോ എന്നുള്ളതിൽ. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ പിമ്പിൾ കാട്ടി ഞാൻ അവനെ വെറുതെ വരുന്ന് പറയായിരുന്നു. അഴിക്കുമോ അഴിക്കില്ലേ, അഴിക്കുമോ അഴിക്കില്ലേ, അയച്ചാൽ മതിയായിരുന്നു അല്ലേ. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഡോക്ടറെ കാണാൻ കയറിക്കഴിഞ്ഞ് തിരിച്ചു വന്ന ആൾ ഫുൾ ഓൺ ഹാപ്പിയിലായിരുന്നു. അങ്ങനെ അത് മുറിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആൾ. കുറച്ച് നേരം കൈയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി അതൊക്കെ അങ്ങനെ സെറ്റാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തു. പക്ഷേ കാര്യങ്ങളൊക്കെ മാറാൻ ഇത്തിരി നേരം വേണ്ടി ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒന്നും കൂടെ നോക്കാൻ പറ്റുമോ? കെട്ടിട്ടോടാ. ഭയങ്കര ലുക്ക് നോക്കണ ആളാണ് ഗൈസ്. പാവന്റെ കുട്ടി സന്തോഷിച്ച് അതിൻ്റെ ഉള്ളിൽ പോയതാ. തിരിച്ചു വന്നത് വീണ്ടും ഇടാൻ പറഞ്ഞിട്ടായിരുന്നു. ചെറിയ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാലോ എന്ന് വെച്ചിട്ട് വീണ്ടും ഇടാൻ പറഞ്ഞു. വീണ്ടും ഇട്ട് ഗൈസ്. പാവം അവനത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവന് നല്ല ദേഷ്യത്തിലായിരുന്നു. കലിപ്പെന്ന് പറഞ്ഞാൽ അത്ര കലിപ്പിലായിരുന്നു അവൻ. ദേഷ്യം വന്നോ ഗൈസ്. ദേഷ്യം അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം അവിടെ നിന്ന് ഇറങ്ങി. മെഡിസിൻസൊക്കെ കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. കുറച്ച് മെഡിസിൻസൊക്കെ ഉണ്ട് അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. തൃശ്ശൂരുള്ള എല്ലാവർക്കും ഈ ബിൽഡിംഗ് കണ്ടാൽ തന്നെ അറിയാം ഏതാ ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹൈലൈറ്റിലേക്ക് വെച്ച് പിടിച്ചു. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ജസ്റ്റ് എല്ലാവരും കൂടെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഹൈലൈറ്റ് മാൾ വന്നതിന് ശേഷം പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഔട്ടിങ് സ്പോട്ട് അവിടെ തന്നെയാണ്. ഞങ്ങൾ മെയിൻലി അങ്ങോട്ട് തന്നെ പോവുക. ഷോപ്പിംഗ് ആണെങ്കിലും എന്ത് കാര്യങ്ങൾക്കായാലും എല്ലാം ഉണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടാണ് പോവുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തോ റെഡ് എഫ്എമ്മിൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഫിഫ വേൾഡ് കപ്പ് അല്ലേ, അതിനെ അനുബന്ധിച്ച് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു. പിന്നെ വെറുതെ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് കാണാനെങ്കിലും നമ്മൾ കയറി ഇറങ്ങുമല്ലോ. അങ്ങനെ കുറച്ച് നേരം തിരിഞ്ഞ് നടന്നു.
കോട്ടി പോയി. അവസാനം അവിടെ നിന്ന് ഞങ്ങൾ 4 പേരും 4 വെറൈറ്റി ഫുഡ്സ് വാങ്ങി. 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു. ഫുഡ് അടി കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഒന്നും വാങ്ങാനും പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഇരുട്ടായി കേട്ടോ. ഇവിടുന്ന് ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയതാ, ഇരുട്ടായി. രാത്രിയായിട്ട് തിരിച്ചെത്തിയത്. പിന്നെ വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ 4 പേര് ഒരുമിച്ചുള്ളതുകൊണ്ട് പിന്നെ എത്ര ലേറ്റ് ആയാലും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുന്നു. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു സിമ്പിൾ ഡേ അല്ലെങ്കിൽ നൈറ്റ്, അങ്ങനെ നൈറ്റ് ഔട്ടോ ഡേ ഔട്ടായിട്ടൊക്കെ കൂട്ടാം. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ ഹോപ്പ് യു ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ.